അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലത്തെ മിഞ്ഞാനത്തെയൊക്കെ വീഡിയോ ഇട്ടപ്പം കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് നമ്മളെ കുടുംബക്കാരത്തിനെ കിട്ടിയോ എന്നുള്ളത്. ഇതുവരെയായിട്ടും ഓളെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കളിച്ചിന് ചിരിച്ചിന് തമാശ പറയണ് അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇടങ്ങേറി നമുക്കില്ലായിട്ടല്ല, പിന്നെ ഇപ്പം മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാരായാൽ മറവിക്ക് പടച്ചോൻ തരുമല്ലോ. മറവിക്ക് തന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളാരും ജീവനോടെ ഉണ്ടാവില്ല. നമ്മളെല്ലാവരും എന്നോ നമ്മളെ ജീവിതം അവസാനിപ്പിച്ചേക്കും. അപ്പം പടച്ചോൻ അതിനേക്കാരം നമുക്കൊക്കെ മറവി തരുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ജീവനില്ല മനുഷ്യന്മാർക്ക് നമ്മൾ ജീവിച്ചു പോകണ്ടേ. അപ്പം അങ്ങനെയൊക്കെ ഒക്കെ അതിജീവിക്കാനുള്ളൊരു മനസ്സും നമുക്ക് പടച്ചോൻ തരുന്നോണ്ടേക്കാരം നമ്മളിങ്ങനെ കളിയും തമാശയും ചിറിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോണത്. അപ്പം ഇപ്പോൾ വയനാട്ടിലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര മഴയാണ് പോലും, ഭയങ്കര മഴയാണ്. നമ്മൾ ഇന്നിപ്പോൾ അവളോട് ചോദിച്ചു, എന്താ നമ്മളെ കുടുംബക്കാരോട് ഇങ്ങനെ ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുമ്പം ഓൽക്കും തന്നെ ഒരു ഇടങ്ങേറല്ല, കാരണം ഇതുവരെ ഈ മയ്യത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ ചോദിച്ചുമ്പോൾ ഓൽക്കും ഒരു ഇടങ്ങേറ്, ഞമ്മക്കും ഇടങ്ങേറ്. പിന്നെ ഇപ്പം നമ്മളും തന്നെ ഇവിടെ നിൽക്കണം, നമുക്ക് അറിയാഞ്ഞാൽ അങ്ങനെ ഒരു പൊറുതിയേട്. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ പിന്നെ ആദ്യം ഞാൻ വോയിസ് ഇടും, പിന്നെ വിചാരിച്ചു മാണ്ട വിചാരിച്ചു, പിന്നെയും വോയിസ് ഇടും. പിന്നെ മനസ്സ് നിൽക്കാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വോയിസ് ഇട്ട് ചോദിച്ചു എന്തായി എങ്ങനെ കിട്ടിയോന്നൊക്കെ. കിട്ടിയോന്ന് ചോദിച്ചുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ ഇടങ്ങേറുണ്ട്, കാരണം കിട്ടിയെന്നുള്ളൊരു വിവരം ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേങ്കിൽ ഇതുവരെയായിട്ട് പടച്ചോന് അതിന് ഇതായിട്ടില്ല, പടച്ചോന് അതിനൊരു ഉത്തരം നമുക്ക് തന്നിട്ടില്ല. ഇനി കിട്ടുമെന്നും അറിയില്ല. ഏതായാലും ഇന്നലെ വരെയൊക്കെ അവിടെ മയ്യത്ത് കിട്ടിയിരിക്കണം പോലും, അപ്പോൾ അതിലൊന്നും ഓളില്ല. പിന്നെ അവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ്, കാരണം പെരും മഴയാണ് പോലും. പിന്നെ മയ്യത്തൊക്കെ മറവ് ചെയ്യാനും കൂടി പറ്റണില്ല. പിന്നെ മറവ് ചെയ്ത അവിടെ തന്നെ ഖബർക്കൊക്കെ വെള്ളം ഇറങ്ങുകയാണ്. അതേമാതിരി ഖബറിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ കല്ല് ഒഴിച്ചിടുമല്ലോ, അതൊക്കെ കൊഴിഞ്ഞ് ചാടുക. പിന്നെ ഖബറിങ്ങനെ പിന്നെ ഖബറിൻ്റെ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ അവിടെ എല്ലാ ആൾക്കാരൊക്കെ അവിടെ നമ്മളെ ഒരു യൂണിഫോമൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നുണ്ട്. നമ്മൾ ഓരോ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിതിങ്ങനെ കാണുന്നത്. അതാണ് ഞാൻ അപ്പം നിങ്ങളോട് പറയണത്. ഇങ്ങനെ മയ്യത്തും മറവ് ചെയ്ത് കൊടുത്ത് ഖബറിൻ്റെ അവിടെയൊക്കെ വെള്ളം താന്നിട്ട് ആ വെള്ളമൊക്കെ ഇങ്ങനെ കൈക്കോട്ട് വെച്ചിട്ട് വെള്ളം തിരിച്ചു വിടുക. അപ്പോൾ അവിടെ എൻ്റെ മനുഷ്യന്മാർ ഓലൊരു നല്ലൊരു മനസ്സിനെ നമ്മൾ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടണില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടല്ലോ, നാണം. കാരണം അത്രയും നല്ലൊരു വലിയൊരു ദുരന്തമാണ് നമ്മളെ കണ്ണു മുന്നേത് കണ്ടത് കേട്ടത്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമുക്ക് 4-5 പോയി, പിന്നെ അങ്ങനെ പോയ എത്ര കുടുംബങ്ങളുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പം വല്ലാത്ത സങ്കടം തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യന്മാരാണ്, അതുകൊണ്ട് നമ്മൾ മറവിക്ക് തരികയാണ്. പിന്നെ ചിലപ്പോൾ ഒരു മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടം വരുമ്പം ഒന്ന് പൊട്ടിക്കരയും. സത്യം പറഞ്ഞാൽ ഒന്ന് കരഞ്ഞാലൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കരയുമ്പോൾ കുറച്ച് സമാധാനം കിട്ടും. അപ്പോൾ എപ്പോഴും എനിക്ക് പറയുമ്പോൾ തന്നെ വല്ലാത്ത കരച്ചിൽ വരികയാണ്. അതാണ് ഞാൻ അതിനെപ്പറ്റി ഇതുവരെ ഞാൻ പിന്നെ വീഡിയോയിലൊന്നും ഞാൻ അവളെ പറ്റി പറയാത്തത്. കാരണം അത് പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്. അത് ചില നേരത്ത് നമ്മൾക്കിങ്ങനെ ഓലപ്പം നിന്നതും കളിച്ചതും വളർന്നതും അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് സങ്കടം വരും. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും പടച്ചോന് കണ്ടെക്കും. പിന്നെ അപ്പോൾ എല്ലാവരും പറയണത് അങ്ങനത്തെ ഒരു മരണം നല്ല മരണമാണ്. പിന്നെ ഓലൊക്കെ സ്വർഗത്തേക്കാണ് പോയത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് നമ്മളിങ്ങനെ ആസ്വദിപ്പിച്ചും. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ നമ്മൾ മരിച്ചു ചെന്നിട്ട് നമ്മളെയും ഓലയൊക്കെ ഒരുമിച്ച് ജന്നാത്ത് ഫിർദൗസിൽ പടച്ചോൻ ഒരുമിച്ച് കൂട്ടട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചല്ലാതെ ഒന്നും ഇനി കാട്ടാൻ പറ്റില്ല. എന്നാലും നമ്മൾ 5 വക്തും നമ്മൾ തേടുന്നുണ്ട് പടച്ചോനോട്, പടച്ചോനെ ഒന്ന് കാട്ടിത്തരണേ എന്നുള്ളത്. ഇനിയിപ്പോൾ കാട്ടിത്തന്നാലും എങ്ങനെ തിരിച്ചറിയാമെന്നൊന്നും ഇപ്പം നമുക്ക് പറയാനറിയില്ല. അത്രത്തോളം ആയിക്കോലോ, 10-15-16 ദിവസമായില്ലേ. ഏതൊന്നും ഇപ്പം നമുക്കറിയില്ല. ഏതായാലും ഓളൊരു ഇതിൽ പടച്ചോനെ എന്തെങ്കിലും കണ്ടെക്കും. അതേക്കാരം ഇങ്ങനെ ഒക്കെ പടച്ചോനെ പരീക്ഷണങ്ങളാണ്. ഒരിക്കലും നമ്മൾ പടച്ചോനെ കുറ്റം പറയാനോ ഇതാക്കാനോ ഒന്നിനും നമ്മൾ നിന്നിട്ടില്ല. വെച്ചെങ്കിൽ നമ്മളൊരു ഇടങ്ങേറ് ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നല്ലതിന് തന്നെ ഇക്കാരം
കാരണം ഒരാളെ ബാക്കിയാക്കി വെച്ചിട്ട് ഒരാളെ കൊണ്ടുപോയി ബാക്കിയുള്ളവരെ കൊണ്ടുപോയി അങ്ങനെയൊന്നല്ലല്ലോ കാട്ടിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചവിടെ കൊണ്ടുപോയിക്കാണല്ലോ. ഇതിപ്പം ഓള് ബാക്കിയായി നിന്ന് ഓളെ മാപ്പിളയും കുട്ടികളും മരിച്ചാൽ ഓളെ സങ്കടം എത്രയാണ്. അത് നമ്മൾ കാലാകാലം ഓളെ സങ്കടം നമ്മൾ ബാപ്പാരും ഉമ്മാരും കൂട്ടക്കാരും കുടുംബക്കാരായ നമ്മളും കാണണം. അങ്ങനെ എല്ലാവരും ഒപ്പം പോയി ഓരവിടെ പടച്ചോൻ്റെ അടുത്ത് നല്ല സന്തോഷത്തോടു കൂടി അവിടെ ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സമാധാനത്തിലാണ് ഇപ്പം നമ്മൾ. പിന്നെ ഞാൻ പറയുന്നത് മനുഷ്യന്മാരാണ് മറവിക്ക് പടച്ചോൻ തരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത്. പിന്നെ ജീവനില്ല നമുക്ക് ജീവിച്ചു പോകണ്ടേ. അതുകൊണ്ട് പടച്ചോൻ നമുക്ക് അങ്ങനെ ഒരു കരുത്ത് തന്നുകൊണ്ട് നമ്മൾ ജീവിച്ചു പോവുക. അത്ര തന്നെ. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോയിലൊന്നും ഞാൻ പറയുന്നത്. കാരണം കിട്ടിയിട്ടില്ല എന്ന് എല്ലാ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇടങ്ങേറ് ഞമ്മക്കും ഇടങ്ങേറ്, കിട്ടിയില്ലല്ലോ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ എന്നാലും മിഞ്ഞാന്നൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോൾ അതിലൊക്കെ കമൻറ്റ് കണ്ട് കിട്ടിയോ കുടുംബക്കാരെ കിട്ടിയോന്ന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ആ ഒരു ഇടങ്ങേറിൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും കിട്ടുന്നില്ല പ്രതീക്ഷ. ഇനി എന്താണെന്ന് വെച്ചാൽ ആരോടും ഒന്നും ചോദിച്ചിട്ടൊന്നും പറയണില്ല. ഓരോടൊക്കെ വിളിച്ച് ചോദിച്ചുമ്പോൾ നമ്മൾ ഇനി എന്താ കാട്ടാന്ന് വെച്ചപ്പോൾ എന്താ പറയണത് ഓല് കിട്ടുമെന്നും പറയാൻ പറ്റില്ല, കിട്ടൂലെന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് മയ്യത്തിഞ്ഞും കിട്ടാണ്ട് എന്നാണ് പോലും പറയുന്നത്. അതിൽ ഒരുവളാണ് നമ്മളെ അഫി. കിട്ടണമെന്നില്ല ഒരു പ്രാർത്ഥന തന്നെയാണ് ഞമ്മക്കും. ഇപ്പോഴും നമ്മൾ എല്ലാവരും 5 ഭാഗത്തും പടച്ചവനോട് തേടുന്നുണ്ട് കിട്ടണമെന്നുള്ളത്. കിട്ടുമായിരിക്കും. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കുറേയൊക്കെ പറയാതെയൊക്കെ പോയി, ഒക്കെ ക്ഷമിച്ച. നമുക്ക് അതൊന്നല്ലല്ലോ പ്രാധാന്യം, ഇതല്ലേ. അപ്പോൾ പിന്നെ ഇനി ഇവിടുന്ന് ഇല്ല അങ്ങോട്ട് പറയല്ലേ നമുക്ക്. അപ്പം കുറച്ച് മീൻ വാങ്ങിയിട്ടോ. ആ മീൻ ചാറ് വെക്കാണെന്നാണ് വിചാരിച്ചത്. ഉച്ചക്കൊക്കെ ചാറ് വെക്കാൻ നേരത്തെ പിന്നെ കുറച്ച് ചാറും വെക്കാം, കുറച്ച് പിന്നെ പൊരിച്ചും ചെഞ്ചാന്നൊക്കെ എത്തിക്കണത്. ചാറ്റിൽ മീൻ ഇട്ടല്ല ആർക്കും വേണ്ടി വരില്ല. പിന്നെ എന്താ പൊരിച്ചാലേ ആണ് മക്കളൊക്കെ തിന്നുള്ളൂ. അപ്പോൾ ഇത് ബത്തലല്ല കേട്ടോ. ഇത് ബത്തലിൻ്റെ മാർക്കത്തെ വേറൊരു മീനുണ്ടല്ലോ. അതിൻ്റെ പേര് ഇപ്പം എന്താണെന്ന് വെച്ചാൽ പറയാൻ പൊടിയാടില്ല കേട്ടോ എന്താണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് മീൻ ഞാൻ ചാറ്റിക്ക് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചാറ് വെച്ചത് എങ്ങനെയാ വെച്ചാൽ കൊടുമ്പുളി ഇട്ടിക്കണ്, പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പെരിഞ്ചീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ട് കജ്ജുകൊണ്ട് നല്ലോണം കുഴച്ച് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നല്ലോണം കുഴച്ച് വെള്ളം പാർന്ന് കണ്ട് അങ്ങനെ തീ വെച്ചിക്കാണ് കേട്ടോ. പിന്നെ ചോറ്റിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിന്. ചോറൊന്നും വെന്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ തക്കാളിയൊക്കെ ഞാൻ കജ്ജിനോടത്തോളം ഞാൻ കജ്ജോണ്ട് നല്ലോണം നൗണ്ടി ഇതാക്കി എടുത്തേക്കാണ്. പിന്നെ ഞാൻ അടുപ്പത്ത് വെച്ചാൽ ഒന്നും കണ്ട് തിളച്ചാൽ മതിയല്ലോ. അപ്പോൾ അതാക്കണേ നമ്മളെ മീൻ തിളച്ചതാണുണ്ട്. അപ്പോൾ ഉപ്പുണ്ടോ നോക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ പുളി നല്ലോണം ഉണ്ടേനു. കൊടുമ്പുളി ആയതുകൊണ്ട് ഒരു പൊട്ടിട്ടാൽ മതി. ഇനി കുറച്ച് കൂടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. ഏതായാലും പിന്നെ നമ്മൾ കുറച്ച് പിന്നെ നമ്മൾ ഉപ്പിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ റോഡ് സൈഡ് ആയതുകൊണ്ട് പിന്നെ വണ്ടികൾ പോകണ ഒച്ചപ്പം ഇന്ന് പച്ചക്കറി വണ്ടി വന്നിക്കണം. അതിൻ്റെ ഒച്ചയാണ് ഇപ്പോൾ കേൾക്കണം കേട്ടോ. പച്ചക്കറി വിളിച്ചറിഞ്ഞ് പോവുകയാണ്. പിന്നെ നമ്മളെ ചോറ് വെന്തിക്കണം കേട്ടോ. അത് നമ്മൾ ഊറ്റി ഇടുകയാണ്. പിന്നെ നമുക്ക് നമ്മളെ ഇതൊന്ന് നോക്കട്ടോ, മീൻ എന്തായി എന്നുള്ളത്. മീൻചാറ് എന്തായി എന്നുള്ളത്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇഞ്ഞേക്ക് മീനും കൂടി പൊറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കണേ മീനും കൂടി പൊറുക്കിയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കുറച്ച് മീൻ ഇട്ടിട്ടുള്ളൂ. ചാറ്റിലിട്ടാൽ മീൻ മക്കൾക്കാർക്കും പറ്റില്ല. നമ്മൾ തന്നെ വേണം അപ്പോൾ അതിങ്ങനെ തിന്നാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ മീൻ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി അടച്ചു കൊടുക്കണം കേട്ടോ. എന്നും ഉണ്ടല്ലോ നമ്മൾ മീൻചാറ് സൂപ്പറായി നല്ല രസമുണ്ടേനി എന്നൊക്കെ പറയണേ. പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ പറയണേ ഈ മീൻചാറ് ഒരു കൊണസൂലേനി കേട്ടോ, ഒരു രസമല്ലേനി. ഇതിപ്പോൾ ഇനി മീനിൻ്റെ കോണാണോ നമ്മൾ വെച്ചീൻ്റെ കോണാണോ ഒന്നും നമുക്ക് പറയാൻ പൊടിയാടില്ല. പക്ഷേ മീൻചാറ് ഒരു രസമല്ലേനി കേട്ടോ. എന്നും ഉണ്ടല്ലോ അപ്പോൾ ഇവളിങ്ങനെ രസമുണ്ട് പറയണേ. എന്തെങ്കിലും ഇപ്പോൾ തൊള്ളിന്ന് എന്താ രസമല്ല എന്നില്ല കേൾക്കുമെന്നുള്ളത്. ഇന്ന് രസമല്ലേനി കേട്ടോ ചാറ്. രസമല്ലെങ്കിൽ രസമില്ല എന്ന് തന്നെ നമ്മൾ പറയും. രസം ഉണ്ടെങ്കിൽ രസമുണ്ട് എന്ന് തന്നെ പറയും. പക്ഷേങ്കിൽ ഈ മീനിൻ്റെ കുഴപ്പമാണോ നമ്മൾ വെച്ചീൻ്റെ കുഴപ്പമാണോ ഒന്നും നമുക്ക് പറയാൻ പൊടിയാടില്ല. ഏതായാലും കുഴപ്പമില്ല വെച്ചാൽ രസമല്ല ഇനി. പിന്നെ ഇപ്പം എന്താണെന്നറിയാം, ചോറ് വിളമ്പുമ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം പാരണ്ടേ, എന്തെങ്കിലും ഒരു വെള്ളം തിളപ്പിച്ചണ്ടേന്ന് കരുതിയിട്ട് കുറച്ച് മീട്ട് കണ്ടാൽ വെള്ളം തിളപ്പിച്ചതാണ്. അങ്ങനെ പോട്ടെ എഴുതി.
പിന്നെ ഞാനേക്ക് തേങ്ങ നരച്ച് പാരാൻ നിന്നിട്ടില്ല കേട്ടോ, തൂമിച്ചിട്ടും ഇല്ല. അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും കരിയേപ്പിട്ട് കണ്ട് അങ്ങനെ അതാക്കിയതാണ്. പിന്നെ ഞാൻ നമ്മളെ പിന്നെ മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടാണ് ഞാൻ മീൻ ഇട്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ മീൻ പൊരിച്ചാൽ നല്ല രസമല്ല മീൻ ഇനി കേട്ടോ, തിന്നാൽ നല്ല രസമുണ്ട് ഇനി മീൻ. പക്ഷേങ്കിൽ ചാറ് വെച്ചിട്ട് ഒരു കുണസുമില്ല ഇനി, രസമല്ല ഇനി. പിന്നെ പൊരിച്ചിട്ട് നല്ല രസമുണ്ടായിനി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പൊരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ ഒരു പിടിച്ച മാതിരി ഇങ്ങനെ, ചെറിയ മീനും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബത്തലല്ല കേട്ടോ, വേറെ എന്തോ ഒരു മീൻ, അതിൻ്റെ പേരെന്തോ എന്ന് പറഞ്ഞിനി, എന്താ ഒരു കൂരിയോ എന്തോ ഒരു പേര് പറഞ്ഞു, നമുക്കിപ്പോൾ നിച്ചല്ല. ഏതായാലും അത്യാവശ്യം മീനൊക്കെ ഉണ്ടായി കേട്ടോ. 2 ദിവസം എടുത്തില്ല, ഇന്നലെ ഇന്നും എടുത്തു. അതിനെ മീനൊക്കെ മറിച്ച് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ എന്താട്ടി മീൻ ഒരു ഇത് നമ്മൾ പൊരിച്ച് വാങ്ങിയേക്കണം കേട്ടോ. പിന്നെ ഇനി രണ്ടാമത്തതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ചട്ടിക്ക്. ആദ്യം പൊരിച്ചത് വാങ്ങിയേക്കണേ, രണ്ടാമതും കൂടി നമ്മൾ ചട്ടിക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്താട്ടണം ഒക്കെ അങ്ങനെ പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് പിന്നെ ഒന്നാമത്തെ ട്രിപ്പിലെടുത്ത മീൻ ഉണ്ടല്ലോ, അതും വയ്ക്കാണ്ട് ഇട്ടുക്കണം കേട്ടോ ചട്ടിക്ക്. എന്നിട്ട് പിന്നെ നമുക്കാണ് മൂടിയൊക്കെ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാബേജും കൂടി ഉപ്പേരിയൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാബേജ് വെക്കാൻ ഇന്നിപ്പോൾ തേങ്ങയൊന്നുമില്ല കേട്ടോ, ഇന്നിപ്പോൾ തേങ്ങ ഇടണമൊന്നുമില്ല. കടുക് പൊട്ടിച്ച് പച്ചമുളക് ഇട്ടിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്പി തീമച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ കാബേജും തന്നെ അവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചേച്ചി വേണ്ടിട്ടോ. അപ്പോൾ അതാക്കണേ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ഇത് കണ്ടങ്ങൾ നമ്മളെ മുറ്റത്ത് ഒരു മയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ കാട്ടിൽ നിന്നൊക്കെ പോകുന്നിപ്പോൾ നമ്മളെ മയിലുകളുണ്ടല്ലോ മുറ്റത്തെത്തിക്കണേ. അപ്പോൾ അത് അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്താം കേട്ടോ.